നമസ്കാരം. ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മാർച്ച് മാസത്തിൽ നിലവിലുള്ള ജോലിയിൽ നിലനിന്നുകൊണ്ട് തന്നെ ലാഭശതമാന വ്യവസ്ഥകളോടുകൂടി ബന്ധപ്പെട്ടതായുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാൻ അവസരം വന്നു ചേരും. വിദഗ്ധമായുള്ള നിർദ്ദേശം സ്വീകരിച്ചും കൊണ്ടും അനുഭവജ്ഞാനമുള്ളവരുടെ ഉപദേശങ്ങൾ സ്വീകരിച്ചും കൊണ്ടും കഴിഞ്ഞ 6-7 മാസമായി അതിൻ്റെ രൂപരേഖകൾ തയ്യാറാക്കുകയും അതിൽ പ്രവർത്തിക്കാം എന്ന ധാരണയോടുകൂടി തന്നെ തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും. എന്നാൽ അതിനൊരു പൂർണ്ണമായിട്ടുള്ള സജ്ജമാവുക അല്ലെങ്കിൽ അതിനൊരു പൂർണ്ണമായിട്ടുള്ള രീതിയിൽ പ്രവർത്തന രംഗത്തിലെത്തിക്കുക എന്നതൊക്കെ തന്നെ ജൂൺ മാസത്തിന് ശേഷമേ ഉണ്ടാകുവാൻ സാധ്യതയുള്ളൂ. വിദേശത്തുള്ളവർക്ക് അവിചാരിതമായിട്ട് ജോലി നഷ്ടപ്പെടുവാനിട വരും. വിവിധങ്ങളും വ്യത്യസ്തങ്ങളുമായിട്ടുള്ള കർമ്മപഥങ്ങളായതുകൊണ്ട് ഈ ഒരു മാസത്തിൽ കൂടുതൽ പ്രയത്നം വേണ്ടി വരും. നിക്ഷേപ സമാഹരണ യജ്ഞത്തിൽ ലക്ഷ്യപ്രാപ്തി നേടുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. കാര്യകാരണ സഹിതം സമർപ്പിക്കുന്ന പദ്ധതികൾക്ക് അനുകൂലമായിട്ടുള്ള അംഗീകാരം ലഭിക്കും. വികസിത രാഷ്ട്രത്തിൽ ഉപരിപഠനത്തിന് എത്തിച്ചേർന്നവർക്ക് പ്രാരംഭത്തിൽ ചില തടസ്സങ്ങളൊക്കെ അനുഭവപ്പെടുമെങ്കിൽ പോലും ജൂൺ മാസം മുതൽ അതെല്ലാം തന്നെ തരണം ചെയ്തു പോകാൻ ഉപകരിക്കും. ഒരുപക്ഷെ പഠനത്തിനോടൊപ്പം ജോലി ചെയ്യുക എന്ന സങ്കല്പത്തിന് അത്രത്തിന് നേട്ടമില്ലാത്തതിനാൽ ചിലരെല്ലാം തന്നെ തിരിച്ചു പോന്നാലോ എന്ന തോന്നലുകളൊക്കെ ഉണ്ടാവാം. എങ്കിൽ പോലും ഏതു വിധത്തിലും അവിടെ എങ്ങനെയെങ്കിലും അത് പിടിച്ചു നിന്നും കൊണ്ട് ലക്ഷ്യപ്രാപ്തി നേടുവാനുള്ള തീരുമാനം കൈക്കൊള്ളുന്നതും അതിന് തക്കവണ്ണമുള്ള ഈശ്വരാരാധനകൾ നടത്തുന്നതും നന്നായിരിക്കും. ഇതിനെല്ലാം തന്നെ മാനസികമായിട്ടൊരവസ്ഥ തന്നെയാണ് ഏറ്റവും പരമപ്രധാനം. അമ്മയ്ക്ക് അസുഖങ്ങൾ വർദ്ധിക്കുന്നത് വഴി ഒരു പക്ഷേ 1-2 ദിവസം അമ്മയോടൊപ്പം ആശുപത്രിവാസം വേണ്ടി വരുവാനിടയുണ്ട്. കുടുംബജീവിതത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാവാതെ നോക്കേണ്ടതാണ്. നീതിയുക്തമായിട്ടുള്ള സമീപനം കാഴ്ചവെക്കുന്നത് വഴി എല്ലാ കാര്യങ്ങളിലും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. കുടുംബത്തിലെ സമാധാന അന്തരീക്ഷം സംജാതമാകും. നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കുവാൻ സാധിക്കും. വാക്കും പ്രവൃത്തിയും ഫലപ്രദമായിട്ടുള്ള രീതിയിൽ വന്നു ചേരുന്നത് വഴി കൃതാർത്ഥതയ്ക്ക് യോഗം കാണുന്നു. പഠിച്ച വിഷയത്തിനോടനുബന്ധമായ ഉദ്യോഗത്തിന് അവസരം വന്നു ചേരും. പലർക്കും നിലവിലുള്ള ജോലിയിൽ അത്ര നേട്ടമില്ലാത്തതിനാൽ കഴിഞ്ഞ മെയ് മാസം മുതൽ തന്നെ ചേർന്നിട്ടുള്ള പുതിയതായിട്ടുള്ള പാഠ്യപദ്ധതി ഗുണകരമായി തീരാനും ജൂൺ മാസം മുതൽ പുതിയതായിട്ടുള്ള ജോലി അവസരങ്ങൾ വന്നു ചേരും എന്നറിഞ്ഞതിനാൽ ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. അഭിമാനാർഹമായിട്ടുള്ള പ്രവർത്തനം കാഴ്ചവെക്കുന്നത് വഴി കൃതാർത്ഥതയ്ക്കും സമാധാനത്തിനും യോഗം കാണുന്നു. സ്വപ്ന സാക്ഷാത്കാരത്താൽ ആത്മനിർവൃതിക്ക് യോഗം കാണുന്നുണ്ട്. അവഗണിക്കപ്പെട്ട അവസ്ഥാവിശേഷം ഒഴിവായി പരിഗണിക്കപ്പെടുന്ന അവസ്ഥാവിശേഷം വന്നു ചേരുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. വ്യാവസായികമായിട്ടുള്ള മേഖലകളോട് ബന്ധപ്പെട്ട് പുതിയതായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാനിട വരും. കർമ്മമണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട യാത്രകളും ചർച്ചകളും ഫലപ്രദമായിട്ടുള്ള രീതിയിൽ ലക്ഷ്യപ്രാപ്തി നേടുവാനിട വരും. കാര്യനിർവഹണ ശക്തി, ഉത്സാഹം, ഉന്മേഷം എന്നിവ വർദ്ധിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. ജീവിത നിലവാരം വർദ്ധിക്കുന്നതിനാൽ നിലവിലുള്ള ഗൃഹം വിൽപ്പന ചെയ്ത് മറ്റൊരു വിസ്തൃതിയുള്ള ഭൂമി വാങ്ങി ഗൃഹം നിർമ്മിക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും അതിന് തക്കവണ്ണം പ്രവർത്തിക്കാനും സാധ്യതയുണ്ട്. പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും വിപരീതമായിരുന്ന പലരും ലോക്യമായി തീരുവാൻ അവസരം വന്നു ചേരുമെങ്കിൽ പോലും സാമ്പത്തികമായിട്ടുള്ള മേഖലകളിൽ ശ്രദ്ധയും സൂക്ഷ്മതയും നിർബന്ധമായിട്ടും വേണ്ടതുമാണ്. ജീവിത പങ്കാളിക്ക് തൻ്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയ ഉദ്യോഗം ലഭിക്കും. ഈശ്വര പ്രാർത്ഥനകളാൽ എല്ലാ കാര്യങ്ങളിലും ഒരു പൂർണ്ണത കൈവരുവാൻ ഇടയുണ്ട്. അഭയം പ്രാപിച്ചു വരുന്നവർക്ക് ആശ്രയം നൽകുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. ആധ്യാത്മിക പ്രഭാഷണങ്ങൾ മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകൾക്ക് വരുന്ന മാസത്തിലെ ഏപ്രിൽ മാസത്തിലെ വിനോദയാത്രകൾക്ക് ഏർപ്പാടുകളൊക്കെ ചെയ്യുവാൻ ഇടയുണ്ട്. വിജ്ഞാനപ്രദമായുള്ള വിഷയങ്ങൾ പുതിയ തലമുറയുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. നടപടിക്രമങ്ങളിൽ കൃത്യത പാലിക്കുന്നത് വഴി
ചില ജോലിക്കാർക്ക് അസ്വാരസ്യങ്ങൾ ഉണ്ടാകുവാനിടയുണ്ട്. പ്രതിഫലേച്ഛ കൂടാതെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ സജീവമായി പ്രവർത്തിക്കുന്നതിനാൽ സമൂഹത്തിൽ നിന്നും ജനപദത്തിൽ നിന്നും അനുകൂലമായിട്ടുള്ള അംഗീകാരം ലഭിക്കുവാനും ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകുവാനും ഇടയുണ്ട്. 2027 ജൂൺ മാസം മുതൽ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ പൂർത്തീകരിക്കുന്ന ചില പദ്ധതികൾക്ക് രൂപകൽപ്പന ചെയ്യുവാനും ചിലർക്ക് ഏറ്റെടുക്കുവാനുമുള്ള അവസരം വന്നു ചേരുവാൻ ആയില്യ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മാർച്ച് മാസത്തിൽ യോഗം കാണുന്നുണ്ട്. മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മാർച്ച് മാസത്തിൽ പല പ്രകാരത്തിൽ മാർഗതടസ്സങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകുന്നതിൻ്റെ വെളിച്ചത്തിൽ 1-2 ദിവസങ്ങളിൽ അവധിയെടുക്കുവാനും വിദഗ്ധമായുള്ള പരിശോധനകൾ നടത്തുവാനും തൊഴിൽ മേഖലകളിലുള്ള ബുദ്ധിമുട്ടുകളെ അതിജീവിക്കാൻ തക്കവണ്ണം വിദഗ്ധമായുള്ള നിർദ്ദേശം സ്വീകരിക്കുവാനും ഇടയുണ്ട്. കർമ്മമണ്ഡലങ്ങളിലുള്ള തടസ്സങ്ങളെല്ലാം നീങ്ങും. എന്നാൽ വിദഗ്ധമായുള്ള പരിശോധനയിൽ ജീവിതശൈലി രോഗങ്ങളെ കൊണ്ടാണ് ഈ അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭക്ഷണ രീതികളിൽ മാറ്റങ്ങൾ വരുത്തുവാനും യോഗ, പ്രാണായാമം എന്നിവ ജീവിതചര്യയിൽ ഉൾപ്പെടുത്തുവാനും തീരുമാനിക്കുവാനും അതിൻ്റെ പാഠ്യപദ്ധതിക്ക് ചേരുവാനും ഇടയുണ്ട്. അപ്രതീക്ഷിതമായിട്ടുള്ള സാഹചര്യങ്ങളെ അതിജീവിക്കുവാനുള്ള ആത്മവിശ്വാസം ഉണ്ടാകുമെങ്കിലും വളരെ ക്ഷമയോടുകൂടിയും പക്വതയോടുകൂടിയതായുള്ള സമീപനം സ്വീകരിച്ചാൽ മാത്രമേ ലക്ഷ്യപ്രാപ്തി നേടുവാൻ ഇടയുള്ളൂ. മാസത്തിൻ്റെ 2ാമത്തെ പകുതിയിൽ അച്ഛന് അസുഖങ്ങൾ വർദ്ധിക്കുന്നതിന് വഴി ജന്മനാട്ടിൽ വന്നു പോകേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. കുടുംബജീവിതത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാവാതെ നോക്കേണ്ടതാണ്. ജീവിത പങ്കാളിക്ക് തൻ്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയ ഉദ്യോഗം ലഭിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ജീവിത പങ്കാളി ഏത് പട്ടണത്തിലേക്ക് മാറുന്നു, ആ പട്ടണത്തിലേക്ക് മാറുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും ജൂൺ മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ മാറി താമസിക്കാൻ തക്കവണ്ണമുള്ള സാഹചര്യങ്ങൾക്കും യോഗമുണ്ട്. നിലവിലുള്ള പാഠ്യപദ്ധതി ഉപേക്ഷിച്ച് തൊഴിലധിഷ്ഠിതമായിട്ടുള്ള പാഠ്യപദ്ധതിക്ക് മനസ്സുദ്ദേശിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. നിക്ഷേപ സമാഹരണ യജ്ഞം മനസ്സിലുദ്ദേശിക്കുന്ന വിധത്തിൽ തന്നെ ലക്ഷ്യപ്രാപ്തി നേടുന്നത് വഴി മേലധികാരികളിൽ നിന്നും ഉടമസ്ഥരിൽ നിന്നും അനുമോദനങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥ സുഹൃത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ അവസരം വന്നു ചേരും. ഒരുപക്ഷെ ശനി ഞായർ എന്നീ ദിവസങ്ങളിലൊക്കെ തന്നെ കൂടുതൽ ജനങ്ങളെ കണ്ടെത്തിക്കൊണ്ട് ആശയവിനിമയങ്ങൾ നടത്തേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. സ്വപ്ന സാക്ഷാത്കാരത്താൽ ആത്മനിർവൃതിക്ക് യോഗം കാണുന്നു. അവിചാരിതമായിട്ട് വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനും ആരാധനാലയത്തിലെ ഉത്സവാഘോഷങ്ങളിൽ പങ്കെടുക്കുവാനും ഇടയുണ്ട്. പ്രവർത്തന മണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട് ചർച്ചകളും യാത്രകളും മാസത്തിൻ്റെ ആദ്യത്തെ പകുതിയിൽ തന്നെ പൂർത്തീകരിക്കുകയായിരിക്കും നന്നാവുക. 2ാമത്തെ പകുതിയിലാണെങ്കിൽ ഒരു പക്ഷേ ഏപ്രിൽ മാസത്തിന് ശേഷമേ അതൊരു പൂർത്തീകരണത്തിനുള്ള സാധ്യത പോലും കാണുന്നതുമുള്ളൂ. കലാ, സാഹിത്യം, കായികം എന്നീ മേഖല പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള അംഗീകാരം ലഭിക്കും. സമ്മാന പദ്ധതികളിൽ വിജയം കൈവരിക്കാനിടവരും. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. ജനോപകാരപ്രദമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങൾക്ക് സമാന ചിന്താഗതിയിലുള്ളവരുടെ സംസർഗത്താൽ അവരുടെ സഹായ സഹകരണങ്ങൾ ഉപോത്ബലകമായി തീരുവാൻ ഇടയുണ്ട്. ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് മേടമാസത്തിൽ, അതായത് ഏപ്രിൽ 14 മുതൽ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കാൻ അവസരം വന്നു ചേരും. അധികൃതരുടെ പ്രീതി നിമിത്തം മറ്റൊരു വിഭാഗത്തിൻ്റെ, അതായത് തൃപ്തികരമായിട്ടുള്ള വിഭാഗത്തിൻ്റെ ചുമതലകൾ ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഒരുപക്ഷെ നിലവിലുള്ള പട്ടണത്തിൽ മാത്രമല്ല ആവുകയില്ല, കുറേ പട്ടണങ്ങളുടെ ഒരു ചുമതലകൾ ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാനും ഒരുപക്ഷെ ഇനി ഒരു 2 വർഷത്തേക്ക് മാസത്തിൽ 1-2 യാത്രകൾ വേണ്ടി വരുന്ന വിധത്തിൽ ഒരു വിഭാഗത്തിൻ്റെ ചുമതലകൾ ഏറ്റെടുക്കുവാൻ സാധ്യതയുണ്ട്.
ഏപ്രിൽ മാസത്തിൽ വിനോദയാത്രയ്ക്ക്, സകുടുംബം വിനോദയാത്രയ്ക്ക് വേണ്ടതായിട്ടുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യുവാനിടവരും. ജന്മസിദ്ധമായിട്ടുള്ള കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കുവാനിടയുണ്ട്. ദീർഘവീക്ഷണത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായുള്ള വിജയം കൈവരിക്കാനിടവരും. അഭയം പ്രാപിച്ചു വരുന്നവർക്ക് ആശ്രയം നൽകുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. ആഗ്രഹിക്കുന്ന ഭൂമി വിൽപ്പനയ്ക്ക് കഴിഞ്ഞ 3-4 മാസമായിട്ട് ഏറെക്കുറെ വിലയ്ക്ക് ആവശ്യക്കാർ വന്നു ചേരുന്നതിൻ്റെ വെളിച്ചത്തിൽ തൃപ്തികരമായുള്ള വിലയ്ക്ക് തന്നെ ഭൂമി വിൽപ്പനയ്ക്ക് തയ്യാറാകുവാനും കരാർ എഴുതുവാനും ഇടയുണ്ട്. സാഹചര്യങ്ങൾക്കനുസരിച്ചും പൊതുജനാവശ്യം പരിഗണിച്ചും കൊണ്ടും ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുവാൻ തീരുമാനിക്കും. പല വിധത്തിലുള്ള കരാർ ജോലികൾ വന്നു ചേരുമെങ്കിൽ പോലും ആത്മവിശ്വാസക്കുറവിനായാലും ഒരുപക്ഷെ സാമ്പത്തികമായിട്ടുള്ള നേട്ടം കുറവുള്ള കർമ്മമണ്ഡലങ്ങളായതുകൊണ്ടും കരാർ ജോലികളായതുകൊണ്ടും ജൂൺ മാസം മുതൽ 1 വർഷത്തിൻ്റെ ഉള്ളിൽ പൂർത്തീകരിക്കേണ്ടതായ സാഹചര്യങ്ങളായതുകൊണ്ടും തൽക്കാലത്തേക്ക് അതിൽ നിന്നും വിട്ടു നിൽക്കാനുള്ള സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. മാസത്തിൻ്റെ 2ാമത്തെ പകുതിയിൽ ഗർഭിണികൾക്ക് വിശ്രമം വേണ്ടിവരും. മാർച്ച് 2ാമത്തെ പകുതിയിലും ഏപ്രിൽ ആദ്യത്തെ പകുതിയിലും വിശ്രമം വേണ്ടി വരുവാനും ചിലർക്ക് ജോലി രാജിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. വിദേശത്ത് താമസിക്കുന്നവർക്കും ഔദ്യോഗിക തലത്തിൽ ഉന്നത പദവിയിലിരിക്കുന്നവർക്കും സ്ഥാപനത്തിൽ തന്നെ മറ്റ് കുറേ പേരെ പിരിച്ചുവിടുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മറ്റ് ജോലികൾക്ക് അപേക്ഷകൾ നൽകേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. ശിരോനാഡീ രോഗപീഠകളെ കൊണ്ട് അസ്വാസ്ഥ്യങ്ങൾ അനുഭവപ്പെടും. ആത്മാർത്ഥ സുഹൃത്തിൻ്റെ മംഗളവേളകളിൽ സജീവമായി പങ്കെടുക്കുവാനും കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുവാനും അവസരം ഉണ്ടാകും. സുവ്യക്തമായിട്ടുള്ള പദ്ധതികളായതുകൊണ്ട് വ്യക്തമായിട്ടുള്ള നിർദ്ദേശം സ്വീകരിച്ചും കൊണ്ട് പുതിയ ആശയങ്ങൾ അവലംബിക്കാൻ അവസരമുണ്ടാകും. വാക്കും പ്രവൃത്തിയും ഫലപ്രദമായിട്ടുള്ള രീതിയിൽ അനുഭവത്തിൽ വന്നു ചേരുവാനിടയുണ്ട്. വേണ്ടപ്പെട്ടവരുടെ ഉയർച്ചയിൽ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും പല കാര്യങ്ങളിലും മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ സ്വീകരിക്കുവാനുള്ള മാനസികമായിട്ടുള്ള അവസ്ഥാവിശേഷങ്ങളും വന്നു ചേരുവാൻ ഇടയുണ്ട്. സ്വല്പം ആധി വർദ്ധിക്കുവാനിടവരുമെങ്കിൽ പോലും എല്ലാം മംഗളകരമാക്കി തീർക്കുവാനുള്ള സാഹചര്യങ്ങളും അവസരങ്ങളും ഈ മാർച്ച് മാസത്തിൽ മകനക്ഷത്രക്കാർക്ക് വന്നു ചേരുവാനിടയുണ്ട്. നമസ്കാരം.